ശരി, അനൂപ് ദാസ് ആണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണവും ലഭ്യമാക്കിയത്. അദ്ദേഹം പറഞ്ഞതുപോലെ ജാമ്യം കിട്ടുക എന്നത് സാങ്കേതികമായ ഒരു കാര്യം മാത്രമാണ്. തുടർ നടപടികൾ അത് ഇവർക്ക് ഇക്കാര്യങ്ങളിൽ അല്ലെങ്കിൽ മതപരിവർത്തനമോ മനുഷ്യകർത്തോ തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു പങ്കുമില്ല എന്ന് തീർപ്പാകുന്നത് വരെ തങ്ങൾ ഇവർക്കൊപ്പം ഉണ്ടാകും എന്നത് തന്നെയാണ്. നമുക്കറിയാം, ജാമ്യം കിട്ടിയാലും ചിലപ്പോൾ കർശന ഉപാധികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്വേഷണം കൂടുതൽ ശക്തമായൊക്കെ മുന്നോട്ട് പോയാൽ എന്താണ് അതിൻ്റെ അവസാന റിസൾട്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ജാമ്യം എന്നത് ഒരു സാങ്കേതികമായ ഒരു ആശ്വാസ നടപടി മാത്രമായിട്ടേ പരിഗണിക്കാൻ കഴിയൂ. ഇപ്പോൾ തന്നെ ഈ കേസ് തീർപ്പാകുന്ന അല്ലെങ്കിൽ ക്വാഷ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകണം, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് തങ്ങൾ നടത്തുന്നതെന്നാണ് ജോസ് കെ മാണി ഇപ്പോൾ അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്. പക്ഷേ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പോലീസും ഛത്തീസ്ഗഡ് പോലീസും ഒക്കെ എടുത്തിരിക്കുന്ന നിലപാട് അന്വേഷണം മുന്നോട്ട് പോകുന്നു, ഇനിയും അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചാണോ കോടതിയുടെ തീരുമാനം ഉണ്ടാവുക എന്ന് കാത്തിരുന്ന് കണ്ടേ മതിയാകൂ. എന്തായാലും നിലവിൽ ഛത്തീസ്ഗഡ് BJP ഈ സംഭവത്തിൽ വളരെ കർക്കശമായ അതോടുകൂടി കഴിയുന്നില്ലല്ലോ അല്ലേ കാര്യങ്ങൾ? ഇല്ല, ഇതൊരു ഭാഗികമായിട്ടുള്ള ഒരു വിജയം മാത്രമായിരിക്കും. ഇപ്പം കന്യാസ്ത്രീയുടെ സഹോദരൻ കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ഈ ദുർഗ് സെൻട്രൽ ജയിലിൽ ഇങ്ങനെ എൻ്റെ വളപ്പിൽ നിൽക്കുകയാണ്. ഞങ്ങൾ രാവിലെ വന്ന് കന്യാസ്ത്രീകളെ കണ്ടതാണ്, അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാരനെയും കണ്ടതാണ്, ആദിവാസി യുവാവിനെയും കണ്ടതാണ്. ഏത് നിമിഷവും ജാമ്യം സംബന്ധിച്ചുള്ള വിധി വരാം. ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. ഇന്നലെ തന്നെ ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഒബ്ജക്ഷൻ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് നീണ്ടുപോയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കോടതി ഒരു അനുകൂല വിധി നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിധി നൽകിക്കഴിഞ്ഞാൽ ഇവിടെ അത് സംബന്ധിച്ചുള്ള നൂലാമാലകളും തടസ്സങ്ങളും വൈതരണികളും ഉണ്ടാകാതിരിക്കുക എന്നുകൂടി ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു. സൂപ്രണ്ടിനോട് സംസാരിച്ചിരുന്നില്ല, അതിന്റെ നടപടിക്രമങ്ങളെ പറ്റി എന്താ സൂപ്രണ്ട് പറഞ്ഞത്? രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, NI കോർട്ടിന് തന്നെ വേണമെങ്കിൽ ബെയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വിവരം കൊടുക്കാം. രണ്ട്, NI കോർട്ടിൻ്റെ വിധി വേണമെങ്കിൽ ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോർട്ടിന് കൊടുത്ത് വേണമെങ്കിൽ ഇവിടെ ഷുവർട്ടിയും മറ്റു കാര്യങ്ങളും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാം. ഇവിടെ എക്സിക്യൂട്ട് കഴിഞ്ഞാൽ അത് ഹാൻഡിൽ കൈകൊണ്ട് ഇവിടെ കൈമാറാം. രണ്ട് രൂപത്തിന് ചെയ്യാം. എങ്ങനെയാണ് NI കോർട്ട് വിധിയിൽ പറയുന്നത് ഇവിടെ തന്നെ എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എക്സിക്യൂട്ടഡ് ബൈ ദ മജിസ്ട്രേറ്റ് കോർട്ട് ഇൻ ദുർഗ് എന്ന് പറയുകയാണെങ്കിൽ അത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യണം. ഇതിനൊന്നും സമയം വൈകാനിടയില്ല. സമയം വൈകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്ന് വെച്ചാൽ മുൻകാലങ്ങളിലൊക്കെ പലപ്പോഴും വൈകിട്ടുണ്ട്. എന്ന കാരണം നടപടിക്രമം നീണ്ടുപോയിട്ടുണ്ട്. ഈ ചുവപ്പ് നാടാന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്, പ്രത്യേകിച്ച് ജയിലിലൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് റിലീസ് ചെയ്യുന്നവർ. മാത്രമല്ല, രാത്രി 8:30 മുമ്പ് ഏത് സമയത്തും ഞങ്ങൾ റിലീസ് ചെയ്യാൻ തയ്യാറാണ്. 8:30 വരെ അദ്ദേഹം കാത്തിരിക്കും. 8 മണിയാണ്, 8:30 വരെ കാത്തിരിക്കും. ഞങ്ങൾ വീണ്ടും പറഞ്ഞപ്പോൾ 8:30 അല്ല, 8:35 ആയാലും പ്രശ്നമില്ല, ഞാനിവിടെ തന്നെ ഉണ്ടാവുന്നു.